നെക്സ്റ്റ് നമുക്ക് ഈ കാണുന്ന 3D ഷേപ്പായ സിലിണ്ടറിനെ പറ്റി പഠിക്കാം. ഈ കാണുന്നതാണ് സിലിണ്ടർ. ഈ സിലിണ്ടറിന് മെയിനായിട്ട് 3 പാർട്സ് ആണുള്ളത്. അതായത് ഒന്ന് സിലിണ്ടറിൻ്റെ ഈ കർവ്ഡ് സർഫസ്, ഈ കർവായിട്ടിരിക്കുന്ന സർഫസ്, പിന്നെ ടോപ്പ് പാർട്ടിലുള്ള ഈ സർക്കിളും, പിന്നെ ബോട്ടം പാർട്ടിലുള്ള ഈ സർക്കിളും. ഈ 3 പാർട്ട് ചേർന്നാണ് സിലിണ്ടർ. സിലിണ്ടറിൻ്റെ മെയിൻ 2 പോയിൻറ്റ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് സിലിണ്ടറിൻ്റെ ഈ കർവ്ഡ് സർഫസ് ഏരിയയും, ഈ കർവായി ഇരിക്കുന്ന സർഫസ് ഏരിയയും, പിന്നെ സിലിണ്ടറിൻ്റെ വോളിയം. ഈ 2 പോയിൻറ്റ്സാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയനെ കുറിച്ച് പഠിക്കാം. കർവ്ഡ് സർഫസ് ഏരിയനെ കുറിച്ച് പറഞ്ഞ മുമ്പ് ഞാൻ ഈ സർക്കിൾസിൻ്റെ 2 പോയിൻറ്റ്സ് പറഞ്ഞുതരാം. ഈ ഒരു ഷേപ്പാണ് സർക്കിൾ. സർക്കിളിനെ നമുക്ക് ആദ്യം സർക്കിളിൻ്റെ ഏരിയനെ പറ്റി പഠിക്കാം. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ടാണ് സർക്കിളിൻ്റെ ഏരിയ. സർക്കിളിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ πr². r എന്ന് വെച്ചാൽ റേഡിയസ്. പിന്നുള്ളത് സർക്കിളിൻ്റെ സർക്കംഫറൻസ്. സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ 2D ഷേപ്പിൽ പഠിക്കുന്ന പെരിമീറ്റർ പോലെ തന്നെ. അതായത് ഈ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ്, ഞാൻ ഈ ബ്ലാക്കിങ്ങിൽ മാർക്ക് ചെയ്ത ഈ ലെങ്ത്താണ് സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അത് കാണാൻ ഇക്വേഷൻ 2πr. ഇനി നമുക്ക് ഈ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയനെ പറ്റി കൂടുതൽ അറിയാം. ഈ സർക്കിൾസിനെ മറ്റൊക്കെ ഞാൻ ഈ സിലിണ്ടറിൻ്റെ ഷേപ്പ് എടുത്തു. എന്നിട്ട് ജസ്റ്റ് ഞാനിത് ഓപ്പൺ ചെയ്യാണ്. ഇതാണ് കേട്ടോ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ്. ഈ വളഞ്ഞിരിക്കുന്ന സർഫസ്, കർവായിരിക്കുന്ന സർഫസാണ് കർവ്ഡ് സർഫസ്. ഇതിൻ്റെ ഏരിയയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് കട്ട് ചെയ്യാണ്. ഈ കർവ്ഡ് സർഫസ് കട്ട് ചെയ്ത് വരുമ്പോൾ എനിക്കിങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഈ ഷേപ്പിന് ഇതൊരു 2D ഷേപ്പാണ്. ഈ ഷേപ്പിന് നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയും. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കിന്ന് മനസ്സിലാക്കാം, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആവും കർവ്ഡ് സർഫസിൻ്റെ ഏരിയ. അതായത് ഞാൻ ഈ റെക്റ്റാങ്കിൾ ഇങ്ങനെ റൗണ്ട് ചെയ്താലാണ് ഈ സിലിണ്ടർ എന്ന ഷേപ്പ് ഉണ്ടാവുക, കർവ്ഡ് സർഫസ് ഉണ്ടാവുക. അപ്പോൾ ഇതിന്ന് അൺഫോൾഡ് ചെയ്യുമ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പായി മാറും. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് സിലിണ്ടറിൻ്റെ ഏരിയ മനസ്സിലാക്കാം. അപ്പോൾ അവിടെ വരുന്ന അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണാം? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ സിമ്പിളാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് റെക്റ്റാങ്കിൾ ഏരിയ കാണാൻ ഇക്വേഷൻ L/B, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. പിന്നെ വരുന്ന ചോദ്യം, എന്താണ് ഇവിടെ ലെങ്ത്തായി എടുക്കുക, എന്താണ് ഇവിടെ ബ്രെഡ്ത്തായി എടുക്കുക? അപ്പോൾ ബ്രെഡ്ത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിതിങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ ഇതൊരു സിലിണ്ടറായി മാറും. അപ്പോൾ ബ്രെഡ്ത്തായിട്ട് നമുക്ക് ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എടുക്കാം. അൺഫോൾഡ് ചെയ്യുമ്പോൾ ഈ ഭാഗം ഇത് നമ്മൾ സിലിണ്ടറിൻ്റെ ഹൈറ്റായിട്ട് എടുക്കാം. ബ്രെഡ്ത്ത് നമുക്ക് സിലിണ്ടറിൻ്റെ ഹൈറ്റായിട്ട് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് എഴുതുകയാണ് ഇവിടെ. ഈ ബ്രെഡ്ത്തിൻ്റെ ഭാഗം ഹൈറ്റായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എന്താണ്. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് വീണ്ടും ഇതൊന്ന് റൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അത് റൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ ഈ സർക്കിള് ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ സർക്കിൾ ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവുന്നുണ്ട്. അതായത് ഈ റെക്റ്റാങ്കിൾ ലെങ്ത്ത് സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ കറക്റ്റ് ഫിറ്റ് ആവുന്നുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ആക്ച്വലി ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസാണ്.
ജസ്റ്റ് ഞാനത് എഴുതുന്നുണ്ട്. ടു പൈ ആർ. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് എൽ ഇൻറ്റു ബി. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 2πr, 2πr. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് h, 2πrh. അതാവും ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ 2πrh ആണ് ഈ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ. പിന്നെ ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയനെ കുറിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത നമുക്ക് ഈ ക്യൂബോയിഡിൻ്റെ സിലിണ്ടറിൻ്റെ വോളിയത്തെ പറ്റി പഠിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വോളിയം കാണാൻ ഈ ബോട്ടം പാർട്ടിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ്. അതായത് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമോ അതോ ലിക്വിഡോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം ഫില്ലാവുക ഈ ബോട്ടം പാർട്ടാണ്. ഈ ബോട്ടം പാർട്ടിൻ്റെ ഏരിയ ആണ് ഫില്ലാവുക. ഏരിയ പറയുമ്പോൾ πr². ബോട്ടം പാർട്ടിൻ്റെ ഏരിയ πr². പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വരെ ഫില്ലാവും. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് ബോട്ടം പാർട്ടിൻ്റെ ഏരിയ, അതായത് സർക്കിളിൻ്റെ ഏരിയ πr². പിന്നെ ഏരിയ ഫില്ലാവും. പിന്നെ ഫില്ലാവുക ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റാണ്, അതായത് h, πr²h. അതാവും സിലിണ്ടറിൻ്റെ വോളിയം.